സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭത്തിന് നാളെ തുടക്കമാകും. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറ കണ്ടു. മുസ്ലിം വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യനാളുകൾ. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൂരം ആചാരത്തിന് കോട്ടം തട്ടാതെ സുരക്ഷയൊരുക്കാനാണ് നടപടി. പാലിയക്കരയിലെ കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 യുവതികൾ ഉൾപ്പെടെ 5-അംഗ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ മർദ്ദിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ചാലക്കുടി നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ അകാരണമായി സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ നടപടി താൽക്കാലികമായി റദ്ദാക്കി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിയൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തി. അംഗീകൃത ശേഷിയേക്കാൾ ഇരട്ടിയോളം തടവുകാരെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടും. ജില്ലയിലെ വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിലയിരുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭത്തിന് നാളെ തുടക്കമാകും. പൊന്നാനിയിലും കാപ്പാടും പൂവാറും വർക്കലയിലും ഉൾപ്പെടെ മാസപ്പിറ കണ്ടു. നാളെ മുതൽ റമദാൻ മാസം ആരംഭിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഇനി 1 മാസക്കാലം വ്രതപുണ്യങ്ങളുടെ നാളുകളാണ്. മുസ്ലിം പള്ളികളിലും വീടുകളിലും റംസാൻ വ്രതാരംഭത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. വ്രതദിനങ്ങളിൽ പള്ളികളിൽ നമസ്കാരത്തിന് പുറമെ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും. റംസാനിലെ ആദ്യ 10-ലും 2-ാം 10-ലും അവസാന 10-ലും പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകും. വ്രതദിനങ്ങൾ തുടങ്ങിയാൽ പകൽ മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് പുലരും വരെ പ്രാർത്ഥനകളിൽ മുഴുകും. പുണ്യകർമ്മങ്ങളുടെ മാസം കൂടിയായതിനാൽ ദാനധർമ്മങ്ങൾ ചെയ്തും സക്കാത്ത് നൽകിയും സമ്പത്ത് ശുദ്ധീകരിക്കാനുള്ള അവസരം കൂടിയാണിത്. സാഹോദര്യത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും നിമിഷങ്ങൾ സമ്മാനിച്ച് നാടെങ്ങും ഇഫ്താർ സംഗമങ്ങളും നടക്കും. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൂരം ആചാരത്തിന് കോട്ടം തട്ടാതെ സുരക്ഷയൊരുക്കാനാണ് നടപടി. പൂരം നടത്തിപ്പിൽ പാളിച്ചകൾ ഉണ്ടായതായി കഴിഞ്ഞ തവണ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ദേവസ്വങ്ങൾ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പൂരത്തിന്റെ ശോഭ കെടുത്താത്ത രീതിയിലാകണം സുരക്ഷാ ക്രമീകരണങ്ങളെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി ഓൺലൈനായി വിളിച്ച യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുത്തു. പൂരത്തിന് ആവശ്യമായ ആനകളെ എഴുന്നള്ളിക്കുന്നതിനും ആനകളുടെ ഫിറ്റ്നസ്, വിശ്രമം, പൊതുജന സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ പോലീസും ജില്ലാ ഭരണ സംവിധാനവുമായി ചേർന്ന് കൈക്കൊള്ളണം. പൂരം നടക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായ ആരോഗ്യരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. ആവശ്യത്തിന് ഡോക്ടർമാർ, ജീവനക്കാർ, ആംബുലൻസുകൾ എന്നിവ സജ്ജീകരിക്കണം. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ആശുപത്രികൾ സജ്ജമാക്കണമെന്നും നിർദ്ദേശം നൽകി. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് അഗ്നിരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പൂരത്തിനു മുമ്പ് മോക്ക് ഡ്രിൽ നടത്തി കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പാലിയക്കരയിലെ കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. മനക്കുടി സ്വദേശിയായ യുവതിയെയാണ് മർദ്ദനമേറ്റ് അവശനിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 യുവതികൾ ഉൾപ്പെടെ 5-അംഗ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നായരങ്ങാടി സ്വദേശിയായ താഴേക്കാട് വീട്ടിൽ ഗോപു എന്ന ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശി ചേലയാർകുന്നിൽ അഭിനാഷ് പി ശങ്കർ, അളഗപ്പാനഗർ സ്വദേശി പുതുശ്ശേരിപ്പടി വീട്ടിൽ ജിതിൻ ജോഷി, കോഴിക്കോട് മേലൂർ സ്വദേശി ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശി അഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഉപയോഗിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ കോഫി ഷോപ്പിൽ ടോക്കൺ എടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ബംഗാൾ സ്വദേശിയെ ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവർ ചേർന്ന് ആക്രമിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. പ്രതികൾ കോഫി ഷോപ്പിലെ ജീവനക്കാരനായ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുളിനെ ആക്രമിക്കുകയും കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിൽ പ്രതികളുടെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു. പ്രതികളെ തിരഞ്ഞ് കല്ലൂർ നായരങ്ങാടിയിലെ ഗോപകുമാറിന്റെ വീട്ടിലെത്തിയ പോലീസ് പരിക്കേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു. യുവതിയുടെ സുഹൃത്ത് അഖിലും ഗോപകുമാറും ചേർന്ന് നടത്തുന്ന സ്പായുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ തൃശൂർ പടിഞ്ഞാറേക്കോട്ട അരനാട്ടുകര റോഡിൽ വെച്ച് കാറിടിച്ച് വീഴ്ത്തിയ ശേഷം ബലം പ്രയോഗിച്ച് ഗോപകുമാറിന്റെ വീട്ടിലെത്തിച്ച് ദേഹോപദ്രവമേൽപ്പിക്കുകയും ആഭരണങ്ങൾ അഴിച്ചെടുക്കുകയുമായിരുന്നു. യുവതിയുടെ 2.5 പവൻ വരുന്ന സ്വർണമാലയും 1.5 പവന്റെ വളയും നഷ്ടപ്പെട്ടതായും മൊബൈൽ ഫോൺ പ്രതികൾ അടിച്ചു തകർത്തതായും പോലീസ് പറയുന്നു. ഗോപകുമാർ പുതുക്കാട് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ്.
പുതുക്കാട് പോലീസ് SHO വി സജീഷ് കുമാർ, SIമാരായ AV ലാലു, PR സുധീഷ്, ASI ധനലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ P സുജിത് കുമാർ, PR ഷെഫീഖ്, VD അജി, സിവിൽ പോലീസ് ഓഫീസർമാരായ K സുരേഷ് കുമാർ, A ജെറിൻ ജോസ്, ഷമീർ, KM ധന്യ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. TCV ന്യൂസ്, പുതുക്കാട്. പദ്ധതി നിർവഹണം തടസ്സപ്പെടും വിധം ചാലക്കുടി നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ അകാരണമായി സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ മണിക്കൂറുകളോളം ഉപരോധിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA സ്ഥലത്തെത്തി 1 മണിക്കൂറോളം ചർച്ച നടത്തിയാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് പദ്ധതി പൂർത്തീകരണം നടത്തേണ്ട സാഹചര്യത്തിൽ ജനുവരി ആദ്യവാരത്തിൽ 6 LD ക്ലർക്കുമാരെ സ്ഥലം മാറ്റുന്നതിനുള്ള ഉത്തരവിറങ്ങി. 5 പേരെ സ്ഥലം മാറ്റിയെങ്കിലും പദ്ധതി നിർവഹണത്തിന് ചുക്കാൻ പിടിക്കുന്ന കൗൺസിൽ ക്ലർക്കിനെയെങ്കിലും നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ശ്രമം നടത്തിയെങ്കിലും അതിനനുകൂലമായി യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചതെന്ന് ചാലക്കുടി നഗരസഭ മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ മുതൽ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ സാബു സെബാസ്റ്റ്യനെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ കാത്തിരുന്നെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് കാണാൻ പറ്റിയതെന്നും സംഭവമറിഞ്ഞ് MLA സ്ഥലത്തെത്തി 1 മണിക്കൂറോളം ചർച്ച നടത്തിയ ശേഷമാണ് സ്ഥലംമാറ്റ ഉത്തരവ് മാർച്ച് 31 വരെ താൽക്കാലികമായി നീട്ടിവെച്ചതെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ ഈ പഴയ ജോലി ചെയ്യുന്ന ആളുകളെ പൂർണ്ണമായും അവിടെ നിന്ന് സ്ഥലം മാറ്റുമ്പോഴുണ്ടാകുന്ന ഭരണത്തിന്റെ അസൗകര്യം, പദ്ധതി നിർവഹണം, അതുപോലെ തന്നെ റവന്യൂ കളക്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്ന ഒരു ഉത്തരവാണ് ഈ സന്ദർഭത്തിൽ ഉണ്ടായത്. നിലവിലുള്ള ഒരു കൗൺസിൽ ക്ലർക്ക്, നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളും കൗൺസിലിന്റെ കാര്യങ്ങളെല്ലാം നിർണായകമായ ഒരു ചുമതല വഹിക്കുന്ന കൗൺസിൽ ക്ലർക്കിനെ താൽക്കാലികമായി അവിടെ നിലനിർത്തണമെന്നൊരു ആവശ്യമാണ് നമ്മൾ പറഞ്ഞത്. നിലവിൽ നമുക്ക് 2 പേരെ അവിടെ ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന് ശ്രമം നടത്തിയെങ്കിലും ഇവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടുണ്ടായില്ല. പലവട്ടം ഞങ്ങളിവിടെ വന്നു, കത്തിടപാടുകൾ നടത്തി, മന്ത്രി ഉൾപ്പെടെ തലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ച് റിക്വസ്റ്റ് കൊടുത്തു. യാതൊരു തരത്തിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. പദ്ധതി നിർവഹണവും നഗരസഭയുടെ സുപ്രധാനമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ഒരു സമയത്തെങ്കിലും ആ ക്ലർക്കിനെ അവിടെ നിലനിർത്തണം എന്ന് ശക്തമായ MLA ആവശ്യപ്പെട്ടു. താൽക്കാലികമായി അദ്ദേഹത്തിന്റെ അവിടെ നിന്നുള്ള ട്രാൻസ്ഫർ മാർച്ച് 31 വരെ നിർത്തിവെച്ചിട്ടുണ്ട്. UDF ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങളെ തകർക്കാനാണ് ഇടതുപക്ഷ ട്രേഡിംഗ് സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA കുറ്റപ്പെടുത്തി. UDF ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങളെ തകർക്കാനാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ കുന്നംകുളം നഗരസഭയിൽ 14 വർഷമായിട്ട് അവിടെ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ചാലക്കുടി നഗരസഭയിൽ 10 വർഷമായി സ്ഥലമാറ്റം ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്. സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷം 20ഓളം ആളുകളെ ഭരണ സൗകര്യം എന്ന പേര് പറഞ്ഞ് അവർക്കിഷ്ടക്കാരെ യൂണിയൻ ഇഷ്ടമുള്ള ആളുകൾ പല സ്ഥലത്ത് നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചാലക്കുടി നഗരസഭയിൽ ഈ അവസാന മാസത്തിൽ പദ്ധതികളെ അവതാളത്തിലാക്കാനും പദ്ധതി പ്രവർത്തനം തടസ്സപ്പെടുത്താനും ബോധപൂർവമായ ശ്രമം നടത്തുന്ന സാഹചര്യത്തിലാണ് ആ ക്ലർക്കിനെ, പ്രത്യേകിച്ച് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ക്ലർക്കിനെ മാറ്റരുതെന്നുള്ള ആവശ്യമായിട്ട് വന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, മുൻ ചെയർപേഴ്സൺ ആലിസ് ഷിബു എന്നിവരും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, TCV. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തി. അംഗീകൃത ശേഷിയേക്കാൾ ഇരട്ടിയോളം തടവുകാരെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന പരാതിയുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ ജയിൽ പരിശോധന നടത്തിയത്. ജയിലിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നികത്തണമെന്നും അന്തേവാസികളെ ആശുപത്രികളിലേക്കും കോടതികളിലേക്കും കൊണ്ടുപോകുന്നതിനാവശ്യമായ പോലീസ് എസ്കോർട്ട് ലഭിക്കാത്തതും ഗൌരവമായി കാണുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. വിയ്യൂർ ജയിലിലെ അംഗീകൃത ശേഷി 553 എന്നാൽ 1068 അന്തേവാസികളെയാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് പരാതി. ജയിലിലെ ഉദ്യോഗസ്ഥരുടെ അംഗീകൃത ശേഷി 160 എന്നാൽ ആവശ്യാനുസരണം ഉദ്യോഗസ്ഥർ ലഭ്യമല്ലെന്നും പരാതിയുണ്ട്. കമ്മീഷൻ അംഗം വി ഗീതയും പരിശോധനയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തൃശൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കടുത്ത വേനലിനെ അതിജീവിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ബസ് സ്റ്റാൻഡ്, മാർക്കറ്റുകൾ, ആളുകൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ തണ്ണീർപന്തലുകൾ ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട്.
ജില്ലയിലെ വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. ജോലിസ്ഥലങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തണമെന്നും സൂര്യതാപം ഏൽക്കാനിടയിലുള്ള തൊഴിലാളികൾ പകൽ 11 മുതൽ 3 മണിവരെ വിശ്രമം അനുവദിക്കുന്ന തരത്തിൽ തൊഴിൽ സമയം ക്രമീകരിച്ചത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ജില്ലാ കളക്ടർ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്നും കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത കണ്ടുകൊണ്ടുള്ള കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനും കളക്ടർ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വായുസഞ്ചാരമുള്ള ക്ലാസ് റൂമുകളിൽ പരീക്ഷകൾ നടത്തണമെന്നും വാട്ടർ ബെൽ സംവിധാനം മുഴുവൻ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. വനങ്ങളിലും വന്യജീവി സങ്കേതങ്ങളിലും ജലലഭ്യത ഉറപ്പുവരുത്തണമെന്നും കുടിവെള്ളം തേടിവരുന്ന വന്യമൃഗങ്ങൾ കാടുവിട്ടിറങ്ങുന്നതിനുള്ള സാധ്യത മുന്നിൽ കണ്ട് ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകണമെന്നും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും. 36,090 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. ചാവക്കാട് 15,300 വിദ്യാർത്ഥികളും തൃശൂരിൽ നിന്ന് 9,943 വിദ്യാർത്ഥികളും ഇരിങ്ങാലക്കുടയിൽ നിന്ന് 10,846 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. 258 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷ ഈ മാസം 26-ന് സമാപിക്കും. ലഹരിക്കെതിരെ സംസ്ഥാനതലത്തിൽ നടത്തിയ ഡി-ഹൺ ഓപ്പറേഷനിൽ തൃശൂർ സിറ്റി പോലീസ് ജില്ലയിൽ 194 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ നടന്ന പരിശോധനയിൽ 201 അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിൽ 9 പേരെ റിമാൻഡ് ചെയ്തു. 3.25 കിലോ MDMA, 8.5 കിലോ കഞ്ചാവ്, 169 കഞ്ചാവ് ബീഡി എന്നിവയാണ് വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനകളിൽ പിടിച്ചെടുത്തത്. റിമാൻഡ് ചെയ്തവരിൽ 6 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയാണ് തൃശൂർ സിറ്റിയിലെ ലഹരിക്കെതിരെയുള്ള ഡി-ഹൺ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. തൃശൂർ മെട്രോ ജംഗ്ഷൻ മുതൽ കൊക്കാല വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് തിങ്കളാഴ്ച രാവിലെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. 10 കോടി രൂപ ചെലവഴിച്ചാണ് തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് സ്വരാജ് റൌണ്ട് വരെ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. സമയബന്ധിതമായി 2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് കുറുക്കഞ്ചേരി മുതൽ മെട്രോ വരെയുള്ള ഭാഗത്തെ ഗതാഗതം പുനരാരംഭിച്ചിട്ടുള്ളതാണ്. അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കി തുറന്നുകൊടുക്കും. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറിന് വില 1,812 രൂപയായി. ഫെബ്രുവരി 1-ന് വാണിജ്യ സിലിണ്ടർ വില 1,806 ആയിരുന്നു. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. 5ാം ഓർമ്മദിനത്തിൽ ഗജരത്നം ഗുരുവായൂർ പത്മനാഭന് ദേവസ്വത്തിന്റെ സ്മരണാഞ്ജലി. ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെ പത്മനാഭ പ്രതിമയ്ക്ക് മുന്നിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ പുഷ്പാർച്ചന നടത്തി. ഇന്ദ്രസൻ, ഗജേന്ദ്ര, ശങ്കരനാരായണൻ എന്നീ കൊമ്പന്മാർ പത്മനാഭ പ്രതിമയ്ക്ക് മുന്നിൽ അണിനിരന്ന് തുമ്പി ഉയർത്തി പ്രണാമമർപ്പിച്ചു. ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K. രാധ, ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ ചാരുജിത് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെക്കാലം ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയ പത്മനാഭൻ 2020 ഫെബ്രുവരിയിലാണ് ചെരിഞ്ഞത്. ഗാന്ധിജിയുടെ ഇടപെടലിന്റെ ബലമായിട്ടാണ് മതനിരപേക്ഷ രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതെന്നും ചിതറിക്കിടന്ന ജനവിഭാഗങ്ങളെ ഗാന്ധിജി കൂട്ടിച്ചേർത്തെന്നും പ്രഭാഷകൻ സുനിൽ P. ഇളയിടം പറഞ്ഞു. KPCC വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധിജിയുടെ ഇന്ത്യ എന്ന പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഗാന്ധിജിയുടെ മതം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ ഇന്ത്യ എന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം മുൻ MLA KNA ഖാദർ നിർവഹിച്ചു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും വലിയ മേച്ചിൽപ്പുറം അറിവില്ലാത്ത സമൂഹമാണെന്നും എല്ലാ മൂല്യങ്ങളും എല്ലാ മതങ്ങൾക്കും ഒരുപോലെയാണെന്നും ആചാരങ്ങൾ മാത്രമാണ് വ്യത്യാസമെന്നും KNA ഖാദർ പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജോസ് വള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു മതരാഷ്ട്രം എന്നതിലേക്ക് ഏതാണ്ട് പൂർണ്ണമായി ചുവടുവെച്ച് കഴിഞ്ഞ ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് ഈ മതരാഷ്ട്രവാദത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനും ഈ രാജ്യം അവശേഷിപ്പിച്ച
ചാലക്കുടി പുഴയിലെ കുണ്ടൂർ ആറാട്ടുകടവിൽ ഉല്ലാസയാത്രയ്ക്കിടെ വഞ്ചി മുങ്ങി യുവാവ് മരിച്ചു. കോട്ടയം പൊൻകുന്നം സ്വദേശി മുത്തുവേലിൽ ബിജുവിന്റെ മകൻ 26 വയസ്സുള്ള അനന്തുവാണ് മരിച്ചത്. കുണ്ടൂർ പള്ളിയിലെ തിരുനാളിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായിരുന്നു. അനന്തുവിനൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന സുഹൃത്തുക്കളായ 4 പേരും രക്ഷപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കുണ്ടൂരിലെ സുഹൃത്തിന്റെ പരിചയമുള്ള വീട്ടുകാർ ഉപയോഗിക്കുന്ന യന്ത്രം ഘടിപ്പിച്ച വഞ്ചിയാണ് മുങ്ങിയത്. വഞ്ചിയിലുണ്ടായിരുന്നവർ മുങ്ങിയെങ്കിലും ആഴത്തിലേക്ക് പോയില്ല. ലഹരി വിൽപ്പന ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച പ്രതികളിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. വെങ്ങിണിശ്ശേരി സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ വിഷ്ണുവർദ്ധനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണിമംഗലം ഹെർബർട്ട് നഗർ കാരഞ്ചിറ വീട്ടിൽ ഷാനിഷിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. കേസിലെ 4 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ എം അഫ്സൽ, ടി എൻ പ്രദീപൻ, സീനിയർ സിപിഒമാരായ ഇ എസ് ജീവൻ, എം വൈ ഷിബിൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ ദേവസ്വവും സത്യസായി ഓർഫണേജ് ട്രസ്റ്റും സംയുക്തമായി കിഡ്നി രോഗികൾക്ക് സൌജന്യമായി നൽകി വന്നിരുന്ന ഡയാലിസിസ് സേവനം നിർത്തിവച്ചു. ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജലം നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് സേവനം നിർത്തിവച്ചത്. 2 വർഷം മുൻപാണ് ബ്രഹ്മകുളത്ത് ദേവസ്വവും സത്യസായി ട്രസ്റ്റും സംയുക്തമായി വാടക കെട്ടിടത്തിൽ ഡയാലിസിസ് കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ നിന്നുള്ള മലിനജലം കാനയിലേക്കാണ് ഒഴുക്കിവിട്ടിരുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡയാലിസിസ് കേന്ദ്രത്തിന് പുറകിൽ ഭൂഗർഭ ടാങ്ക് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പരിസരത്ത് ദുർഗന്ധം വമിക്കുകയാണ്. പരിസരത്തെ കിണറുകളെല്ലാം ഉപയോഗിക്കാനാകാത്ത വിധം മലിനമയമായി. മുകളിൽ പാട കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് രൂക്ഷഗന്ധമാണ്. അശാസ്ത്രീയമായ ടാങ്ക് നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 5-6 മാസം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വാസന എടുക്കലും വെള്ളം കുടിക്കാണ്ടിരിക്കലും തുടങ്ങിയിട്ട്. വെള്ളം കുടിക്കാനേ പറ്റണില്ല. ഈ കിണറില് വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ വേനൽ വരുമ്പോ വറ്റിയിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ ബോറൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് ഒരു 5-6 മാസമായിട്ട് ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കുമ്പോ ഭയങ്കര സ്മെല്ല് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് കാര്യമാക്കിയില്ല. പക്ഷെ ഇപ്പൊ ഈ വേനലിൽ എന്ന് പറയുമ്പോ കിണർ നിറഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. വറ്റുന്നില്ല. വറ്റിയിരുന്നതാണ് ഈ കിണർ. പക്ഷെ ഇപ്പൊ വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. രാസവസ്തു കലർന്ന മലിനജലം പുറത്തേക്കൊഴുകുന്നത് പരിസരവാസികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഡയാലിസിസ് കേന്ദ്രത്തിന് എതിരല്ലെന്നും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സംവിധാനമൊരുക്കണമെന്നും വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി ആവശ്യപ്പെട്ടു. അപ്പോ ഈ വെള്ളം മുഴുവൻ ഇവിടുത്തെ ബാക്കിലുള്ള ഒരു അത്ര സൗകര്യമില്ലാത്തൊരു ടാങ്കിലേക്ക് ആക്കുന്നത് മൂലം ആ വെള്ളം സമീപ പ്രദേശങ്ങളെ കിണറിലേക്ക് നീർച്ചാലായിട്ട് ഒഴുകി വരികയാണ്. നല്ലൊരു ഔട്ടർ റിംഗ് സംവിധാനത്തിലൂടെ ഈ വെള്ളം മാറ്റാനുള്ളൊരു സൗകര്യം ഈ ബിൽഡിംഗ് ഓണർ അല്ലെങ്കിൽ മാനേജ്മെന്റോ അത് ചെയ്ത് ഈ ഡയാലിസിസ് ഇവിടെ തുടർന്ന് തന്നെയാണ് ഞങ്ങളുടെയും ഈ നാട്ടുകാരുടെയും എല്ലാം ആവശ്യം. എന്നാൽ മാലിന്യ സംസ്കരണ സംവിധാനം ആര് സ്ഥാപിക്കുമെന്ന തർക്കമാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയിരിക്കുന്നത്. കെട്ടിട ഉടമ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കി നൽകണമെന്നാണ് ദേവസ്വം ആവശ്യപ്പെടുന്നത്. 4 ലക്ഷം രൂപയിലധികം ചിലവ് വരുന്ന സംവിധാനം ഒരുക്കാൻ ദേവസ്വവും ട്രസ്റ്റും തയ്യാറല്ല. ഇതോടെ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നിർധനരടക്കം നിരവധി രോഗികൾക്ക് ഡയാലിസിസ് കേന്ദ്രം ആശ്വാസമായിരുന്നു. പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കാതെയും ആരോഗ്യത്തിന് കോട്ടം തട്ടാതെയും ഡയാലിസിസ് കേന്ദ്രം തുറന്നു പ്രവർത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു വീട്ടിലേക്ക് കിണറ്റില് ഇപ്പൊ പാട കെട്ടി വളരെ കുടിവെള്ള കിണറ് വളരെ മോശമായ ഒരു സ്ഥിതിവിശേഷത്തിലായി. സമീപത്തുള്ള 3-4 വീട്ടുകാർ വളരെയധികം ഭീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവരുടെ കിണറ്റിലേക്കും ഇതേപോലെ മലിനജലം വരുമോ എന്നുള്ള പേടിയിലാണ്. അതിന് ഒരു ഫിൽറ്ററിംഗ് സംവിധാനമുള്ള ഒരു ടാങ്ക് വെച്ച് അത് സുരക്ഷിതമായി ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ 7ാം ദിനത്തിൽ വനിതാ നാടക നിർമ്മാതാക്കളും പ്രതിരോധത്തിന്റെ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സംഭാഷണം നടന്നു. രാജരാജേശ്വരി മോഡറേറ്ററായ ചർച്ചയിൽ നാടക സംവിധായകരായ അർപ്പിത ദാഗട്ട്, സോഫിയ ബെർസി എന്നിവർ പങ്കെടുത്തു. മുംബൈ തമാശ തിയേറ്റർ അവതരിപ്പിക്കുന്ന ബി ലൌഡ് തിയേറ്റർ, മ്യൂസിക്, ക്യൂർനെസ്റ്റ് ആൻഡ് ഇഷ്ക്, എറണാകുളം മാമാങ്കം ഡാൻസ് കമ്പനി അവതരിപ്പിക്കുന്ന നൈറ്റ് ദി ആർട്ട് ഓഫ് വേവിംഗ്, ഇറാഖ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിനിമ ആൻഡ് തിയേറ്റർ അവതരിപ്പിക്കുന്ന അമൽ എന്നീ നാടകങ്ങൾ അരങ്ങേറി. ഛായീകരം, സർക്കിൾ റിലേഷൻസ് എന്നീ നാടകങ്ങളുടെ മീറ്റ് ദി ആർട്ടിസ്റ്റും നടന്നു. 8 ദിനങ്ങളിലായി നടന്ന നാടകോത്സവത്തിന് ഞായറാഴ്ച തിരശ്ശീല വീഴും.
ദേശീയപാത മരത്താക്കരയിൽ 10 ചാക്കുകളിലായി ആഡംബര കാറിൽ കടത്താൻ ശ്രമിച്ച 7500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഒല്ലൂർ പോലീസ് പിടികൂടി. മൈസൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച ഹാൻസാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ SHO PN വിമോദിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. മാർക്കറ്റിൽ 4 ലക്ഷത്തോളം വില വരുന്നതാണ് പിടിച്ചെടുത്ത ഹാൻസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സ്വദേശികളായ കൊടക്കാട്ടിൽ വീട്ടിൽ അസറുദ്ദീൻ, നാലകത്ത് വീട്ടിൽ റിയാസ് എന്നിവർ അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം പുത്തൂർ കൈനൂർ സ്വദേശി കല്ലാറ്റുപറമ്പിൽ ശ്രീനിവാസന്റെ വീട്ടിൽ നിന്നും 5250 പാക്കറ്റ് ഹാൻസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പനക്കാരനായ മരത്താക്കര സ്വദേശി കോനിക്കര വീട്ടിൽ ഷാജനെയും പോലീസ് പിടികൂടിയിരുന്നു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലബ്ബായ ഒയാസിസ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കലോത്സവം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. മീനാക്ഷി അധ്യക്ഷത വഹിച്ചു. 6 വേദികളിലായി പ്രച്ഛന്നവേഷം, നാടോടി നൃത്തം, ഒപ്പന, സംഘനൃത്തം, ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. ജില്ലയിലെ 40 സ്കൂളുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത്. വ്യാജ പോക്സോ കേസിൽ 7 വർഷത്തിനു ശേഷം കുറ്റക്കാരനല്ലെന്ന് കണ്ട് യുവ അഭിഭാഷകനെ പോക്സോ കോടതി വെറുതെ വിട്ടു. തന്നെ കേസിൽ കുടുക്കിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് അഭിഭാഷകൻ. തളിക്കുളം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കാലിക്കറ്റ് സർവകലാശാല മുൻ സൈനറ്റ് അംഗവുമായിരുന്ന തൃശൂർ ബാറിലെ യുവ അഭിഭാഷകനായ KJ യദുകൃഷ്ണയ്ക്കെതിരായ പോക്സോ കേസ് വ്യാജമാണെന്നും കോൺഗ്രസിലെ ഗ്രൂപ്പ് വൈകാര്യമാണെന്ന സംഭവത്തിന് പിന്നിലെന്നും കണ്ട് കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി B. വിനീത യദുകൃഷ്ണനെ കുറ്റവിമുക്തനാക്കിയത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2018 കേസിനാസ്പദമായ സംഭവം. എതിർശേരിയിൽപ്പെട്ട KSU പ്രവർത്തകയായിരുന്ന പെൺകുട്ടിയാണ് ഇരിങ്ങാലക്കുട DYSPക്ക് യദുകൃഷ്ണയ്ക്കെതിരെ പരാതി നൽകിയത്. തുടർന്ന് വലപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പെൺകുട്ടി അന്ന് KPCC പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ KPCC ഭാരവാഹികളായ അന്വേഷണ കമ്മിറ്റി നടത്തിയ എൻക്വയറിയിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയെങ്കിലും റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. റിപ്പോർട്ട് പുറത്തുവിടാത്തതിനാൽ പ്രതിഷേധിച്ച് യദുകൃഷ്ണ 2021 പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. പ്രതിഭാഗം തെളിവെടുപ്പ് സമയം KPCC പ്രസിഡന്റ് K. സുധാകരനോട് എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കോടതി സമൻസ് അയച്ചെങ്കിലും ഹാജരാക്കാത്തതിനാൽ സുധാകരനെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. തുടർന്നാണ് KPCC വൈസ് പ്രസിഡന്റായിരുന്ന അന്വേഷണ കമ്മിറ്റി ചെയർമാൻ ലാലി വിൻസെന്റ് കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കി മൊഴി നൽകിയതെന്നും തന്നെ വ്യാജ പോക്സോ കേസിൽ കുടുക്കിയവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും KJ യദുകൃഷ്ണൻ പറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ ഇങ്ങനെ ഒരു പരാതി വന്ന ഉടനെ തന്നെ എൻക്വയറി കമ്മിറ്റിക്ക് രൂപം നൽകുകയുണ്ടായി. ആ എൻക്വയറി കമ്മിറ്റിയുടെ നിഗമനം, റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പാർട്ടിയിലെ തന്നെ മറ്റൊരു നേതാവാണ് ഇതിന് പിന്നിലെന്നും ഇതൊരു കെട്ടിച്ചമച്ച പരാതിയാണ് എന്നും അവജ്ഞതയോടുകൂടി തള്ളിക്കളയണമെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ടൊരു റിപ്പോർട്ട് KPC പ്രസിഡന്റിന് കൊടുക്കുകയുണ്ടായി. ഞാൻ ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ചോദിച്ച സമയത്ത് പെൺകുട്ടി DYSPക്ക് മുമ്പിൽ ഒരു പരാതി കൊടുക്കുകയും തുടർന്ന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഈ കഴിഞ്ഞ 7 വർഷക്കാലം ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ ഈ പറയുന്ന റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കോടതി ഈ പറയുന്ന കേസിൻ്റെ മെറിറ്റ് പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഈ കേസിൽ വാദിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കേരള ഹൈക്കോടതിയിൽ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന രജിത് മാരാരെ പോലെയുള്ള ആളുകളായിരുന്നു. ബഹുമാനപ്പെട്ട തൃശ്ശൂർ ജില്ലാ കോടതി തന്നെ ഈ കേസിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും മറ്റും ചെയ്ത കേസിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരനല്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ വെറുതെ വിട്ടിരിക്കുകയാണ്. നിയമം അനുശാസിക്കുന്ന തരത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു കേസുമായി തന്നെ മുന്നോട്ട് പോകും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പെരുവനം ശിവന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ 3 ആനകളെ എഴുന്നള്ളിച്ച് ശീവേലി നടന്നു. പ്രസാദൂട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് പഞ്ചവാദ്യം, നിറമാല, ദീപാരാധന, ഡബിൾ തായമ്പക എന്നിവ നടന്നു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ, സെക്രട്ടറി K. ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രസാദ് മേനോൻ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ PTA പ്രസിഡന്റുമാരുടെ സംഗമം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു.
ജീവകാരുണ്യ പ്രവർത്തക ഷീബ അമീർ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് രേഷ്മ മനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CG&AC ജില്ലാ കോർഡിനേറ്റർ PD പ്രകാശ് ബാബു, പ്രോഗ്രാം കോർഡിനേറ്റർ ജീവൻ കുമാർ അഞ്ചേരി, PTA പ്രസിഡന്റ് BB ജോസഫ്, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഷീബ ജോസ്, സൗഹൃദ സമേതം ഇൻചാർജ് PS സരിത തുടങ്ങിയവർ സംസാരിച്ചു. SFI നേതാവ് R. കൊച്ചനിയൻ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും വളണ്ടിയർ മാർച്ചും നടന്നു. തുടർന്ന് രാമനിലയത്തിന് സമീപം പ്രത്യേകം ഒരുക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പൊതുസമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി വിൽപ്പനയുടെ മറവിൽ സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയ ആളെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. നെന്മണിക്കര ചിറ്റിശ്ശേരി സ്വദേശി മുല്ലത്തടത്തിൽ വീട്ടിൽ രാമചന്ദ്രനെയാണ് ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സ്കൂട്ടറിൽ നിന്ന് 13 കുപ്പി മദ്യവും വീട്ടിൽ ചാക്കിലാക്കി സൂക്ഷിച്ചിരുന്ന 51 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. ആകെ 32 ലിറ്റർ മദ്യമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ഹണിബി, മെക്ഡൊണാൾഡ്സ് എന്നീ ബ്രാൻഡ് മദ്യമാണ് ഇയാൾ അധികവും വിറ്റിരുന്നത്. ഇയാളിൽ നിന്ന് 1100 രൂപയും കണ്ടെടുത്തു. ഫ്രൈഡേ ദിവസങ്ങളിൽ ചിറ്റിശ്ശേരി പ്രദേശങ്ങളിൽ വ്യാപക മദ്യവിൽപ്പന നടക്കുന്നതായിട്ട് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടി ഇന്ന് രാവിലെ പരിശോധിച്ചതിൽ ചിറ്റിശ്ശേരി മുല്ലത്തടത്തിൽ വീട്ടിൽ രാമേന്ദ്രൻ എന്നയാൾ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്നും ഒരു 13 കുപ്പി മദ്യം പിടിക്കുകയും തുടർന്ന് ആളെ ചോദ്യം ചെയ്തതിൽ ആളുടെ താമസിക്കുന്ന വീടിൻ്റെ പിൻവശം ഷെഡിൽ നിന്ന് 51 കുപ്പി മദ്യം അടങ്ങിയ ഒരു ചാക്ക് കണ്ടെത്തുകയും ചെയ്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7930 രൂപ, പവന് 63440 രൂപ. വെള്ളി ഗ്രാമിന് 104 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3370 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭത്തിന് നാളെ തുടക്കമാകും. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറ കണ്ടു. മുസ്ലിം വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യനാളും. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൂരമാചാരത്തിന് കോട്ടം തട്ടാതെ സുരക്ഷയൊരുക്കാനാണ് നടപടി. പാലിയക്കര കോഫി ഷോപ്പിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 യുവതികൾ ഉൾപ്പെടെ 5 അംഗ സംഘത്തെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ മർദ്ദിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ചാലക്കുടി നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ അകാരണമായി സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ നടപടി താൽക്കാലികമായി റദ്ദാക്കി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തി. അംഗീകൃത ശേഷിയേക്കാൾ ഇരട്ടിയോളം തടവുകാരെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കൂടും. ജില്ലയിലെ വരൾച്ചാ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിലയിരുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.